ഹലോ, കേൾക്കുന്നുണ്ടോ? പോലീസ് കൺട്രോൾ റൂം, പറഞ്ഞോളൂ, ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു നിരീക്ഷണ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അതറിയില്ല. ഈ കാണുന്നത് പോലുള്ള CCTV ക്യാമറകൾ നഗരത്തിന്റെ പല പ്രധാന കേന്ദ്രങ്ങളിലുമുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാനുള്ള സംവിധാനമാണിത്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, പോലീസ് കൺട്രോൾ റൂം, പറഞ്ഞോളൂ, ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? നമ്മൾ മാതൃഭൂമി ചാനലിനാണ്. ഇത് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ അവിടെ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ഇവിടെ ഡയറക്റ്റ് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ ഞങ്ങൾ ഇവിടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് പോലുള്ള എമർജൻസി കോൾ ബോക്സുകളാണ് നമ്മുടെ കൊച്ചി നഗരത്തിൽ 121 സ്ഥലങ്ങളിലായി വെച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അതറിയിക്കാം. ആ കൺട്രോൾ റൂമിൽ നിന്ന് പോലീസിന് ആ നിമിഷം തന്നെ വിവരങ്ങൾ പോകും. CCTV ക്യാമറകൾ ഉണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. ക്യാമറയുടെ വിഷൻ ഒരു ആപ്പ് വഴി ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിയുന്ന തരത്തിലേക്കൊരു ആപ്പും CSML ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിറ്റി പൂർണ്ണമായും സർവൈലൻസിലാണെന്നും ഈ സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്താനുള്ള ഒരു വലിയ പ്രയത്നം CSMLന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഹലോ, പോലീസ് കൺട്രോൾ റൂം, ദയവായി കായലിന്റെ തീരത്തുള്ള സൈഡ് വാളിൽ നിന്നും താഴേക്ക് ഇറങ്ങേണ്ടതാണ്. കേട്ടില്ലേ? അത് എനിക്കുള്ള വാണിംഗ് ആണ്. അതായത് ഈ കായലിന്റെ കൈവരിയിൽ നിന്ന് താഴെ ഇറങ്ങണമെന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ, ഏതെങ്കിലും ക്രൈം നടക്കാൻ സാധ്യതയുണ്ടായാൽ കൺട്രോൾ റൂമിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്ന പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ പ്രവർത്തിച്ചത്. ഇത് എറണാകുളം ജില്ലയിൽ 13 ഇടങ്ങളിൽ ഇങ്ങനെ കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലുള്ള സംവിധാനം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സുരക്ഷിതമാക്കുക എന്നതാണ് ഈ അലാം സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം. കംപ്ലീറ്റ് സിറ്റിയുടെ സർവൈലൻസ് ഇവിടെ നിന്ന് നമുക്ക് നടത്താൻ പറ്റും. അതായത് ഇപ്പം മയക്കുമരുന്ന് ഉപയോഗം കൂടി വരികയാണ്, അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈം എവിടെയെങ്കിലും നടക്കുകയാണ്, അത് കാണാം, അത് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല തെഫ്റ്റ്, അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു 120 അല്ലെങ്കിൽ അതിന് മുകളിലോളം കേസുകൾ തുമ്പുണ്ടായി കൊടുത്തത് ഈ ഒരു സ്മാർട്ട് സിറ്റി സ്ഥാപിച്ചിട്ടുള്ള ICS എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിൽ നിന്നാണ്. ഇന്റലിജന്റ് സിറ്റി സർവൈലൻസ് സിസ്റ്റം എന്നാണ് ഈ പ്രൊജക്ടിന് പേരിട്ടിരിക്കുന്നത്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് ഈ പ്രൊജക്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഇത് കൊച്ചി സിറ്റി പോലീസിന് കൈമാറുകയും ചെയ്യും. ഇതുപോലൊരു ബോക്സും ഒരു CCTV ക്യാമറയും ഒക്കെയുള്ള സംവിധാനം കണ്ടാൽ ഒന്നും മടിക്കണ്ട, ആ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്താൽ പോലീസിന്റെ സഹായം തന്നെയാകും നിങ്ങളെ തേടിയെത്തുക. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറമാൻ വേണുവിനും ബിനു പാമ്പയ്ക്കുമൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നല്ല സംവിധാനം തന്നെയാണല്ലേ. റിയ ബേബി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. റിയ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ മുന്നിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് സംവിധാനം തന്നെയാണല്ലേ. എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായാൽ, മറ്റു പല രീതിയിൽ അപകടകരമായ സാഹചര്യങ്ങളിലേക്കൊക്കെ പോയാൽ അതിന്റെ രീതിയിലുള്ള വാർണിംഗ് തരിക, അതിൽ നടപടികളുമായി മുന്നിലേക്ക് പോകുക തുടങ്ങിയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനം ഒരു നാട്ടിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ധൈര്യം കൂടിയാണ്. ഇതിപ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്രത്തോളം ഉപകാരപ്രദമാണ്? റിയ നേരിട്ട് കൂടി കണ്ട് മനസ്സിലാക്കിയ കാര്യം കൂടിയാണല്ലോ. ഈ സംവിധാനം കുറച്ചധികം നാളുകളായി എറണാകുളം ജില്ലയുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അധികം ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ഒരു പ്രൊജക്റ്റാണിത്. ഏറെ വൈകാതെ തന്നെ കൊച്ചി സിറ്റി പോലീസിന് അവർ ഈ പ്രൊജക്റ്റ് കൈമാറുകയും ചെയ്യും. അതിനുശേഷം ഇത് പൂർണ്ണമായും പോലീസിൻ്റെ കൺട്രോളിലായിരിക്കും, പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. ഇത് സംഭവം വളരെ എളുപ്പത്തിലാണ് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. കാരണം എറണാകുളം ജില്ലയിൽ പ്രധാനപ്പെട്ട 121 സ്ഥലങ്ങളിലാണ് ഈ ക്യാമറകളുള്ളത്. ഏതാണ്ട് 321 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഈ ക്യാമറയുടെ സമീപത്താണെങ്കിൽ ആ പരിസരത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് വേഗം ചെന്ന് ആ ബോക്സിലുള്ള റെഡ് ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും. അത് പ്രസ് ചെയ്താൽ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് ഒരു കോള് പോകും. അവർ ഉടൻ തന്നെ സെക്കൻഡുകൾ ആ കോൾ എടുക്കുന്നു. എന്താണ് പ്രശ്നമെന്ന് നമ്മളോട് ചോദിക്കുന്നു. നമുക്ക് അതെന്താണെന്ന് കൃത്യമായി പറയാം. നമ്മൾ പറയുന്നത് മാത്രമല്ല,
നമ്മളെ കൂടി അവർ ആ സമയം നിരീക്ഷിക്കും. CCTV ക്യാമറകളുണ്ട്. ഇപ്പോൾ നമ്മളെ ഏതെങ്കിലും ഒരാൾ നമ്മളെ പിന്തുടരുകയോ നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വേഗത്തിൽ പോയി നമുക്ക് അവിടെ പ്രസ് ചെയ്ത് വിളിച്ചാൽ പോലീസിന് ആ നിമിഷം തന്നെ ഈ വിവരങ്ങൾ എത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണിത്. വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് വിവരങ്ങൾ പോകും. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും നമുക്ക് കൃത്യമായി തന്നെ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഈ CCTV ക്യാമറകൾക്ക് ആ പ്രദേശം മൊത്തം നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അറിയാതെ നമ്മളെ ആരെങ്കിലും പിന്തുടരുകയോ ഏതെങ്കിലും തരത്തിലൊരു ക്രൈം സാധ്യതയോ പോലീസ് കണ്ടെത്തിയാൽ ചിലയിടങ്ങളിൽ പോലീസിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്രമീകരണമുണ്ട്. പോലീസിന് ഉച്ചത്തിൽ വിളിച്ചു പറയും നിങ്ങളൊരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് എന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ജാഗ്രത പുലർത്താനുള്ളൊരു ക്രമീകരണം കൂടി അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് പ്രശ്നം വന്നാൽ പോലീസിനെ അറിയിക്കാനും പോലീസിന് നമ്മളുടെ ചുറ്റും എന്തെങ്കിലും ഒരു ക്രൈം സീൻ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ നമ്മളെ അറിയിക്കാനുമുള്ള ഒരു ക്രമീകരണമാണ് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഒരുക്കിയിരിക്കുന്നത്.